നമസ്കാരം. ഒരു വിമാനം പൈലറ്റ് ഇല്ലാതെ പറക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ യുദ്ധത്തിനും മറ്റും ഉപയോഗിക്കുന്ന ചില വിമാനങ്ങൾ പൈലറ്റില്ല വിമാനങ്ങളുണ്ട്. അവ അവരുടെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി പൈലറ്റ് ഇല്ലാതെ തന്നെ പറന്നു പോകാറുണ്ട്. പക്ഷേ യാത്രക്കാരെയും കൊണ്ട് ഒരു വിമാനം പറക്കുമ്പോൾ അതിൽ പൈലറ്റ് ഇല്ലാതായുള്ള അവസ്ഥ എന്തായിരിക്കും? കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ ലുഫ്താൻസ എയർലൈൻസിൻ്റെ ഒരു വിമാനം പറക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. വിമാനം സ്പെയിനിലേക്കാണ് പറന്നിരുന്നത്. വിമാനം സ്പെയിനിൻ്റെ അതിർത്തി കടന്ന് ഏതാണ്ട് ഇവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വിമാനത്തിൻ്റെ പൈലറ്റ് ബാത്റൂമിലേക്ക് പോയത്. ബാത്റൂമിലേക്ക് പോയി തിരികെ എത്തിയ പൈലറ്റിന് വിമാനത്തിൻ്റെ കോക്ക്പീറ്റ് തുറക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. കോക്ക്പീറ്റിൽ കോ പൈലറ്റായ ഫസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ. അങ്ങനെ നിരന്തരമായി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടൊന്നും വിവരം കിട്ടുന്നില്ല. ഒടുവിൽ അവിടുത്തെ ജീവനക്കാർ ഇൻ്റർകോം വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചു നോക്കി, യാതൊരു പ്രതികരണവുമില്ല. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും പിടിയില്ലാത്തൊരവസ്ഥ. തുടർന്ന് പൈലറ്റ് തൻ്റെ എമർജൻസി സംവിധാനം ഉപയോഗിച്ച് കോക്ക്പീറ്റ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് കോക്ക്പീറ്റ് തുറക്കുകയായിരുന്നു അതിൻ്റെ വാതിൽ. ഇത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, ആ കോ പൈലറ്റ് നേരത്തെ ക്യാപ്റ്റൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ലാതിരുന്ന കോ പൈലറ്റ് ആകെ ക്ഷീണിച്ച് വിയർത്ത് അവശനായി ആടി നിൽക്കുന്നതായിട്ടാണ്. അദ്ദേഹം വാതിൽ തുറന്നു. അങ്ങനെ ക്യാപ്റ്റൻ വിമാനത്തിനുള്ളിലേക്ക് കടന്നു, വിമാനം നിയന്ത്രിച്ചു. തൊട്ടടുത്തുള്ള വിമാനത്താവളം മാഡ്രിഡാണ്, സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പെട്ടെന്ന് തന്നെ വിമാനം എത്തിക്കുകയും ഈ കോ പൈലറ്റിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലായത്, ഇദ്ദേഹത്തിന് നാഡി സംബന്ധമായ എന്തോ ഒരു തകരാറ് പെട്ടെന്നുണ്ടായതാണ്. അദ്ദേഹം നേരത്തെ രോഗങ്ങളൊന്നുള്ള ആളായിരുന്നില്ല. വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ മെഡിക്കൽ പരിശോധനയൊക്കെ പൂർത്തിയാക്കി. അന്നൊന്നും തന്നെ അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. പെട്ടെന്നുണ്ടായ എന്തോ ഒരു മാറ്റമാണ് അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ചുരുക്കത്തിൽ വിമാനം ഏതാണ്ട് 10 മിനിറ്റുള്ള, അതായത് ക്യാപ്റ്റൻ ബാത്റൂമിലേക്ക് പോയിരുന്ന 10 മിനിറ്റിലധികം സമയം പൈലറ്റ് ഇല്ലാതെ പറക്കുകയായിരുന്നു എന്നുള്ളത് ഈ വിമാനത്തിലെ 200ഓളം യാത്രക്കാരെ പിന്നീട് ഇത് ഞെട്ടിക്കുകയായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചിരുന്നെങ്കിൽ അത് നിയന്ത്രിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ വരുമായിരുന്നു. മാത്രവുമല്ല, ഈ വിമാനത്തിൻ്റെ ക്യാപ്റ്റന് കോക്ക്പീറ്റിനകത്തേക്ക് കടന്നുകയറാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്താകും എന്നും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും വലിയൊരു ആപത്ത് ഒഴിഞ്ഞതിൻ്റെ സമാധാനത്തിനാണ് എല്ലാവരും ഉള്ളത്. ഏതായാലും ഇനി ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് ഇപ്പോൾ ഇതിനായി നിയോഗിച്ച അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. അവർ പറയുന്നത്, ഭാവിയിൽ ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ, ഒരു ക്യാപ്റ്റൻ ആ കോക്ക്പീറ്റിൽ കുടുങ്ങിപ്പോയാൽ മറ്റൊരാൾ പുറത്തുമായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നാണ്. ഏതായാലും കോ പൈലറ്റിന് സാമാന്യം അതിന് ബോധം വരികയും അദ്ദേഹം വാതിൽ തുറക്കുകയും ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് ക്യാപ്റ്റന് വിമാനത്തിൻ്റെ കോക്ക്പീറ്റിലേക്ക് കയറി വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. അതല്ലായിരുന്നെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് ഒരുപക്ഷെ അത് ചെന്ന് എത്തുകയും ചെയ്യുമായിരുന്നു. ഏതായാലും അന്ന് ഈ വാർത്തയൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഈ വിമാനത്തിലെ യാത്രക്കാർ ഈ വാർത്ത അറിഞ്ഞ് ഞെട്ടിയിരിക്കുന്നത്. ആ വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് പെട്ടെന്ന് തന്നെ ഈ കോ പൈലറ്റിന് അടിയന്തര ശുശ്രൂഷ നൽകുകയും ഇദ്ദേഹത്തെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ഏതായാലും ലുഫ്താൻസ എയർലൈൻസ് ആകട്ടെ ഇനിയും ഈ വാർത്തയോട് പ്രതികരിച്ചില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന കമ്പനികളിലൊന്നാണ് ലുഫ്താൻസ. ലോകമെമ്പാടും അവർ സർവീസ് നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ഇത്രയും കാലത്തെ ഈ സർവീസിനിടയിൽ ഇത് ആദ്യത്തെ അനുഭവമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പൈലറ്റ് ഇല്ലാതെ 10 മിനിറ്റ് വിമാനം യാത്ര ചെയ്തു എന്നുള്ളത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ പല വിമാനങ്ങളും ഓട്ടോ പൈലറ്റ് സംവിധാനത്തിലാകാം പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ ലക്ഷ്യസ്ഥാനം വരെ എത്താനുള്ള സംവിധാനം നേരത്തെ തന്നെ അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇവിടെ ഏതായാലും വലിയൊരു ഭാഗ്യം കൊണ്ടാണ് ഇതിലെ യാത്രക്കാർ രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം.